ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡാറ്റാബേസ് സ്കെയിലിംഗ്, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് ഈ ഒരു സ്കെയിലിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന 4 എസെൻഷ്യൽ സ്ട്രാറ്റജീസും ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ ഡാറ്റാബേസ് സ്കെയിലിംഗ് നോക്കാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു ഇ കൊമേഴ്സ് സൈറ്റ് എടുക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നൈക്കയോ ആമസോണോ അലാജിയോ ഏതെങ്കിലും ഒരു ഇ കൊമേഴ്സ് സൈറ്റ് എടുക്കാം. അവിടെ അവര് ഓഫേഴ്സ് കൊടുക്കാറുണ്ടല്ലേ, അതായത് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ, പിങ്ക് ഫ്രൈഡേ സെയിൽസ് ഒക്കെ പറഞ്ഞ്. ആ സമയത്ത് നോർമൽ കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ കസ്റ്റമേഴ്സ് ഇവരുടെ സൈറ്റ് ആക്സസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഈ എക്സാമ്പിൾ ആയിട്ട് ചിലപ്പോൾ 1000 2000 കസ്റ്റമേഴ്സ് ആയിരിക്കും മറ്റൊരു ടൈമിൽ ഈ ഒരു സൈറ്റ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അത്രയൊന്നല്ല, അതിനേക്കാളും ചിലപ്പോൾ ലക്ഷങ്ങളൊക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് ഇവരുടെ ഡാറ്റാബേസിന് ഒരു ലോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഇവരുടെ സൈറ്റ് ക്രാഷ് ആവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുക, അവിടെ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, അവരുടെ റവന്യൂ ലോസ്റ്റ് ആവും അല്ലെ, ചിലപ്പോൾ ബില്യൺസ് ആയിരിക്കും ഈ ഒരു കമ്പനിക്ക് ഈ ഒരു സൈറ്റിന്റെ ഇഷ്യൂ കൊണ്ട് നഷ്ടപ്പെടുന്നത്. രണ്ടാമത്തെ കേസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഈ ഒരു കസ്റ്റമറിന് ഈ ഒരു സൈറ്റിന് മേലുള്ള വിശ്വാസം പോകും. നെക്സ്റ്റ് ടൈം അവർ ഒരു പർച്ചേസിന് ഈ ഒരു സൈറ്റ് അവർ പ്രിഫർ ചെയ്യില്ല. അപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും ഒരു സൈറ്റിലേക്ക് ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി ലോഡിംഗ് ടൈം എടുക്കുക, അല്ലെങ്കിൽ ഇത് സ്റ്റക്ക് ആയിട്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോകൂലേ. അപ്പൊ ഇതിന്റെ സൊല്യൂഷനാണ് ഡാറ്റാബേസ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ടേമിൽ പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ അതിന്റെ ഡാറ്റയുടെ വോളിയം അല്ലെങ്കിൽ കൊറീസ് യൂസേഴ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് സ്ലോ ഡൗണോ ക്രാഷ് ഒന്നും ആകാതെ അതിന്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ പെർഫോമൻസിനെയും ഇംപ്രൂവ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ്, അതാണ് ഡാറ്റാബേസ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും സിമ്പിളും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള 4 മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ഈ മെത്തേഡ്സ് ചെക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഇൻഡെക്സിങ്. ഇൻഡെക്സിങ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എസ്ക്യൂഎൽ ഡാറ്റാബേസിൽ ഒരു പ്രൊഡക്റ്റ് ടേബിൾ ഉണ്ട്. അതിലിപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ 4 കോളംസ് ഉണ്ട്: പ്രോഡക്റ്റിന്റെ ID, പ്രോഡക്റ്റ് നെയിം, കാറ്റഗറി, പ്രൈസ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യണം. അതായത് നമുക്ക് എല്ലാ പ്രോഡക്ട്സിനെയും ഫെച്ച് ചെയ്യണം. അവിടെ കാറ്റഗറി ഇലക്ട്രോണിക്സ്, അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം TBL പ്രോഡക്ട്സ് വേർ കാറ്റഗറി ഇലക്ട്രോണിക്സ്, ഇങ്ങനെ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ പ്രൊഡക്റ്റ് ടേബിളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ ഇൻഡെക്സിംഗ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ടേബിൾ ആയതുകൊണ്ട് ഇവിടെ ഒരു സീക്വൻഷ്യൽ സ്കാൻ ആയിരിക്കും വരുന്നത്. നമ്മുടെ ടേബിളിലെ എല്ലാ റോസിൽ കൂടെയും ഈ ഒരു ക്വറി ചെക്ക് ചെയ്ത് ഇത് മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വരണം അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് 10 റെക്കോർഡ്സ് ഉള്ള ഒരു ടേബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ റിയൽ പ്രൊജക്റ്റിലെ ഇപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ ഒക്കെ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത ഇ കൊമേഴ്സിന്റെ സൈറ്റിലൊക്കെ വരുന്ന പ്രോഡക്റ്റിന്റെ ടേബിൾ ഒക്കെ വരുമ്പോൾ അവിടെ ചിലപ്പോൾ മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ക്വറി ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ മൾട്ടിപ്പിൾ ടൈം എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അതായത് ഓരോ ഇപ്പോ ഈ ഒരു ടേബിളിൽ ഒരു ഓട്ടോ കംപ്ലീറ്റിന്റെ ഒക്കെ ഒരു പാർട്ടാണ് ഈ ഒരു ക്വറി എന്ന് വിചാരിച്ചു. അപ്പൊ ഓരോ പ്രാവശ്യം യൂസർ ഓട്ടോ കംപ്ലീറ്റിന്റെ ഫീൽഡ് എടുക്കുമ്പോഴും ഈ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്താ പറ്റുക, ഈ ഒരു സീക്വൻഷ്യൽ സ്കാന് നമ്മുടെ ക്വറിനെ സ്ലോ ഡൗൺ ചെയ്യൂലേ, നമ്മുടെ ആപ്ലിക്കേഷന്റെ പെർഫോമൻസിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കമാൻഡ് നമ്മുടെ ക്വറിന്റെ മുന്നേ എക്സ്പ്ലെയിൻ അനലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡും കൂടി ഇട്ടിട്ട് ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്വറിന്റെ പെർഫോമൻസ് കാണിക്കും. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സീക്വൻഷ്യൽ സ്കാനിങ് ആണ് നടന്നിരിക്കുന്നത്. കോസ്റ്റ്, അതുപോലെ തന്നെ ടോട്ടൽ റോ, നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് 5 റോസ് ആണ് ഇലക്ട്രോണിക്സ് മാച്ച് ആയിട്ട് വന്നിരിക്കുന്നത്. ടൈം എത്ര എടുത്തു, അതുപോലെ തന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കണ്ടീഷൻസും അതുപോലെ റിമൂവ്ഡ് റോസും ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എസ്ക്യൂഎലിന്റെ ഇപ്പൊ കൊറി റണ്ണറിലൊക്കെ പോയിട്ട് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. PSPന്റെ ഒക്കെ അഡ്മിനിലോ എവിടെയാണ് നിങ്ങൾ കൊറി എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നത് അവിടെ ഈ ഒരു കമാൻഡ് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറിന്റെ പെർഫോമൻസിനെ കാണിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഡാറ്റാബേസിലെ എല്ലാ റോസിനെയും നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കി ഫിൽട്ടർ ചെയ്ത് മാച്ചിങ് റോസ് ആക്സസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സ്ലോ ഡൗൺ ആവും. ഇതിന്റെ സൊല്യൂഷനാണ് നമുക്ക് ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യാം. ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ സെലക്ട് ക്വറീസിനെ സ്പീഡ് അപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫിൽട്രേഷൻസും ഓർഡറിങ് സോർട്ടിംഗ് ഒക്കെ ഉള്ള ഒരു സെലക്ട് ക്വറീനെ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഇൻഡെക്സ്, നമ്മുടെ ഇൻഡെക്സ് നെയിമും ടേബിൾ നെയിമും ഏത് കോളത്തിനാണോ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ കോളം നെയിമും കൊടുക്കുക. നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടല്ലേ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ കാറ്റഗറി കോളത്തിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് എഞ്ചിൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ യൂഷ്വലി ക്രിയേറ്റ് ചെയ്യുന്നത്
ബി ട്രീ അല്ലെങ്കിൽ ഹാഷ് ടേബിൾ ആയിരിക്കും. നമ്മൾ ഡാറ്റാബേസിന്റെ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിന്റെ കോഴ്സിൽ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ ട്രീയും ഹാഷ് ടേബിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ സാധാരണ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ ഡാറ്റയും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പോയിന്ററും ഉണ്ടാവും അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമ്മുടെ കാറ്റഗറീന്റെ കോളത്തിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ടേബിളിലെ കാറ്റഗറി കോളം വാല്യൂസും അതുപോലെ തന്നെ ഓരോ റോയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ടേബിളിലെ ആ കറസ്പോണ്ടിങ് റോയിലേക്കുള്ള പോയിന്ററും, അപ്പം വാല്യൂവും പോയിന്ററും ആയിരിക്കും ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ആവും. ഇനി ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വറി എക്സിക്യൂട്ടീവ് ആണ്. അതായത് ആ സെലക്ട് ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാറ്റഗറി ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സിനെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സെലക്ട് ക്വറി വർക്ക് ചെയ്യുന്നത്. അതായത് ഇൻഡെക്സിന് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു റെക്കോർഡ്സ് ഫെച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നമ്മളവിടെ പോയിന്റേഴ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻറ്റയർ ടേബിളിനെ സീക്വൻഷ്യൽ ആയിട്ട് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. പോയിന്റേഴ്സ് ത്രൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ റോസ് ഫെച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ ഫിൽട്ടർ കണ്ടീഷനിൽ മാത്രമല്ല, സോർട്ടിങ്ങിലും ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എല്ലാ പ്രോഡക്ട്സിനെയും ഫെച്ച് ചെയ്യണം, ഈ ഒരു കാറ്റഗറീനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യണം. അതായത് ഇലക്ട്രോണിക്സ്, അങ്ങനെ ഓരോ കാറ്റഗറി ഉള്ളതും സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഡെക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ കാറ്റഗറി കോളത്തിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് ടൈമും കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ആയിരിക്കുന്നത് കാണാം. അതായത് സ്കാനിങ്, ഇൻഡെക്സ് സ്കാനിങ് ആയി. നമ്പർ ഓഫ് റോസ് 5 തന്നെ, 5 റോസ് ആണല്ലോ മാച്ചിങ് റോസ്. ഇവിടെ നമുക്ക് കോസ്റ്റ് ആണെങ്കിലും ടൈം ആണെങ്കിലും റെഡ്യൂസ് ആവും. 10 റോസ് ഒക്കെ വരുന്ന സമയത്ത് വലിയ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം കുറച്ച് റെക്കോർഡ്സ് അല്ലേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ബില്യൺസ് ഓഫ് റെക്കോർഡ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് റെക്കോർഡ്സോ ഒന്നും വേണ്ട, ഒരു 1000 എബോവ് വരുമ്പോൾ തന്നെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ചേഞ്ച് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിംഗിൾ കോളത്തിന് മാത്രമല്ല കേട്ടോ, നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ കോളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ കോളംസ് ആണോ ഫ്രീക്വന്റ്ലി ഫെച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പിനേഷനെ ബേസ് ചെയ്തിട്ടാണോ ഫെച്ച് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ക്വറീനെ ബേസ് ചെയ്തിട്ട് വേണം, കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഇൻഡെക്സിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് ഡാറ്റ സ്ട്രക്ചർ ആണല്ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അഡീഷണൽ സ്പേസ് വേണം ഈ ഒരു ഡാറ്റാബേസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നമ്മുടെ റൈറ്റ് ഓപ്പറേഷൻസിനെ ഇത് സ്ലോ ഡൗൺ ചെയ്യും. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ടോ അപ്ഡേറ്റോ ഡിലീറ്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഇൻഡെക്സും കൂടി അപ്ഡേറ്റ് ചെയ്യണം. സോ ഒരു റൈറ്റ് ഓപ്പറേഷൻസിനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇൻഡെക്സേ യൂസ് ചെയ്യരുതെന്നല്ല. നിങ്ങൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോളംസ് സെലക്ട് ചെയ്യുന്നത് കെയർഫുൾ ആയിട്ട് വേണം. അതായത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വെയറിലോ ജോയിനിലോ സോർട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന കോളംസിന് വേണം ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇൻഡെക്സസ് നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെയും മെമ്മറിനെയും ഒക്കെ അഫക്ട് ചെയ്യും. സോ കെയർഫുൾ ആയിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ മൾട്ടിപ്പിൾ കോളംസ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മളെ സെലക്ട് ക്വറിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് ഇൻഡെക്സസ്, അതായത് ഒന്നിൽ കൂടുതൽ കോളംസിനെ കമ്പൈൻ ചെയ്ത് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. അവിടെ കോമ്പോസിറ്റ് ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇൻഡെക്സ് ഒരു വിധത്തിൽ നോക്കിയാൽ ബെനിഫിറ്റ് ആണ്, വേറൊരു വിധത്തിൽ നോക്കിയാൽ നമ്മുടെ കെയർലെസ്നെസ്സിനോട് നമ്മുടെ പെർഫോമൻസിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോളംസ് ചൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് മെറ്റീരിയലിസ്റ്റ് വ്യൂ ആണ്. ഇപ്പോ നമ്മൾ നേരത്തെ എടുത്ത പ്രൊഡക്റ്റിന്റെ ടേബിൾ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവിടെ നമുക്ക് കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ട് ടോട്ടൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഈ ഒരു നമ്മുടെ ടേബിളിൽ ഒരു 10 മില്യൺ റെക്കോർഡ് ഉണ്ട്. ഓരോ 1 അവർ കഴിയുമ്പോഴും ഈ ഒരു ക്വറി ഓരോ 10 പ്രാവശ്യം, ഒരു 1 അവറിൽ 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ക്വറി ആണെങ്കിൽ അഗെയിൻ ഇത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കൂലേ? അവിടെ നമുക്ക് ഈ മെറ്റീരിയലിസ്റ്റ് വ്യൂ യൂസ് ചെയ്യാം. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് ക്വറീസ് വരുമ്പോൾ ഈ ക്വറീന്റെ റിസൾട്ട് നമ്മുടെ ഫിസിക്കൽ മെമ്മറിയിൽ ഇത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ വ്യൂവിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളുടെ റെഗുലർ വ്യൂ ആയിട്ടുള്ള ഡിഫറൻസ് ഇവിടെ ഇത് തന്നെയാണ്. അതായത് നമ്മുടെ റെഗുലർ വ്യൂവിലാണെന്നുണ്ടെങ്കിൽ അതൊരു വിർച്വൽ ടേബിൾ ആണല്ലേ, ഒരു ഡയറക്റ്റ് ഒരു ഫിസിക്കൽ കോപ്പി ഇല്ല നമ്മുടെ ഡാറ്റന്റെ. അപ്പൊ ഈ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് മെറ്റീരിയലിസ്റ്റ് വ്യൂ എന്ന് തന്നെ വ്യൂ നെയിമും നമ്മുടെ ക്വറിയും കൊടുക്കുക. പിന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വ്യൂവിന്റെ റിയൽ ടൈം ഡാറ്റ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവില്ല. അതായത് നമ്മുടെ ടേബിളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പം ഈ വ്യൂവിൽ ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ആവില്ല. നമ്മൾ മാനുവലി ഇതിന്റെ
ഇതിന്റെ റിഫ്രഷ് മെറ്റീരിയലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ ക്വറി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിയൽ ടൈം ഡാറ്റനെ ബേസ് ചെയ്തിട്ട് അഗെയിൻ ഈ കോംപ്ലക്സ് ക്വറി എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ ഈ ഫിസിക്കൽ കോപ്പിയിൽ ഈ ഒരു ഡാറ്റ റിഫ്ലക്റ്റ് ആവുള്ളൂ. സോ നമുക്കിത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡാഷ്ബോർഡ്സും റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അവിടെ നമ്മുടെ റിയൽ ടൈം ഡാറ്റ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് അല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ റിഫ്രഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് റിയൽ ടൈം ഡാറ്റ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാം, പീരിയോഡിക്കലി ഇതിനെ റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്യുന്നതും എഗെയിൻ ഒരു കോസ്റ്റ്ലി പ്രോസസ് ആണ്. സോ ഈ മെറ്റീരിയൽസിന്റെ വ്യൂവിന്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഈ ഡ്രോബാക്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് യൂസ് ചെയ്യണോ, എവിടെയൊക്കെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൽ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഡീനോർമലൈസേഷൻ ആണ്. ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്. ഇത് ഡാറ്റ റീഡിങ്ങിനെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാഷ്ബോർഡ്സോ റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചൂസ് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ ഒരു ഒറിജിനൽ അപ്ഡേറ്റ് ഇൻസേർട്ടും ഡിലീറ്റും ഒക്കെ ഉള്ള മോഡ്യൂളിൽ കൊണ്ടുപോയി ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യരുത്. അഡ്വാൻസ് ആയിട്ട് ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് എടുക്കാം. അവിടെ എങ്ങനെയായിരിക്കും ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്? അവിടെ മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാവൂലേ. നമ്മൾ ഇപ്പൊ നോർമലൈസേഷനും അതിന്റെ ടൈപ്സ് ഓഫ് നോർമലൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിലും കോളേജിലൊക്കെ. അവിടെ നമ്മൾ പറയും ഡാറ്റ റിഡൻഡൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളിപ്പോ പ്രോഡക്റ്റിന്റെ ടേബിൾ ആണെങ്കിൽ പോലും അതിനെ സ്പ്ലിറ്റ് ചെയ്യും. അതായത് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒരു ടേബിളില്, കാറ്റഗറി വേറൊരു ടേബിളില്, ഇനി വേറെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ വന്നാൽ അത് വേറൊരു ടേബിളിൽ, അങ്ങനെ മൾട്ടിപ്പിൾ ടേബിളിലായിരിക്കും നമ്മൾ ഒരു ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാം, അതായത് റിപ്പീറ്റേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇനി ഡീനോർമലൈസ്ഡ് ഡാറ്റാബേസസ് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഇന്റൻഷനലി നമ്മുടെ റീഡ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ റിഡൻഡൻസി ആഡ് ചെയ്യുവാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ടേബിൾസിനെ കമ്പൈൻ ചെയ്യും. അപ്പൊ എന്താ, നമ്പർ ഓഫ് ജോയിൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓഫ് കോഴ്സ് അവിടെ ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് ഒരു ഒന്നും കൂടെ എന്താവും, റീഡ് ഓപ്പറേഷൻ പെർഫോമൻസ് ഇംപ്രൂവ് ആവൂലേ. ഇപ്പൊ നമ്പർ ഓഫ് ടേബിൾസ് ജോയിനിൽ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആവും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഡക്റ്റ് ഐഡിയും പ്രോഡക്റ്റ് നെയിമും അതുപോലെ കാറ്റഗറി ഐഡിയും ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ട് കാറ്റഗറി ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഓരോ പർട്ടിക്കുലർ കാറ്റഗറിക്കും ഓരോ കാറ്റഗറി ഐ ഡി കൊടുക്കാം. ഇതാണ് നോർമലൈസ്ഡ് സ്കീമ എന്ന് പറയുന്നത്. ഇനി ഡീനോർമലൈസ്ഡ് സ്കീമയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെ എല്ലാം കൂടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് ഇവിടെ ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ ക്വറി ലോജിക് ആണെങ്കിലും ഒന്നും കൂടെ സിമ്പിൾ ആവും. ആർക്കാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ BAs ഒക്കെ ആണെങ്കിൽ പോലും റീഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ക്വറി സിംപ്ലിഫൈഡ് ആയി. അവിടെ ഒരുപാട് അഗ്രിഗേറ്റ് ഓപ്പറേഷൻസും ജോയിൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ റിപ്പോർട്ട്സിനൊക്കെ ഓഫ് കോഴ്സ് ഇത് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഞാൻ ഈ പറഞ്ഞ പോലെ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ആണ്. അതായത് ഒരു പ്ലേസിൽ വരുത്തേണ്ട ചേഞ്ച് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്യണം. അവിടെ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ ഡാറ്റ മിസ്മാച്ച് വരൂല്ലേ. അതുപോലെ തന്നെ അനോമലീസ്, ഇപ്പൊ നമ്മൾ അപ്ഡേറ്റോ ഇൻസേർട്ടോ ഡിലീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഇന്റഗ്രിറ്റി ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻ്റനൻസ് ആണെങ്കിലും കോംപ്ലക്സ് ആണ്. ഇത്രയും വലിയ ടേബിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. സോ നിങ്ങൾ ഡീനോർമലൈസേഷൻ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുമ്പോഴും ഡെഫിനറ്റ് ആയിട്ടും ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് മൈൻഡിൽ വെച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫൈനൽ മെത്തേഡ് ഡാറ്റാബേസ് ക്യാഷിംഗ് ആണ്. ഇത് നമ്മൾ മെറ്റീരിയലിസ്റ്റ് വ്യൂവിന്റെ കേസിൽ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസിന്റെ ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റെസ്പോൺസ് ടൈം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഫ്രീക്വന്റ്ലി ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റാസ്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡാറ്റ, കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഉള്ള ഡാറ്റനെ നമ്മൾ ക്യാഷ് ചെയ്യും. അതായത് ഫാസ്റ്റർ സ്റ്റോറേജ് ലെയറിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഫ്രീക്വന്റ്ലി ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് ഡയറക്ട്ലി ഡാറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊരു റിയൽ ടൈം എക്സാമ്പിൾ ഇ-കൊമേഴ്സ് സൈറ്റ് എടുക്കുകയാണെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ നിന്ന് സെർച്ച് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്യാഷിലായിരിക്കും ഈ ഒരു ഡാറ്റ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഇതിനെ ക്യാഷ് ഹിറ്റ് എന്ന് പറയും. നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ്ലി യൂസറിന് ഈ ഒരു ഡാറ്റ റെസ്പോണ്ട് ചെയ്യാം. ഇനി ഇൻ കേസ് ഇത് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ അതിനെ ക്യാഷ് മിസ് എന്ന് പറയും. നമ്മൾ എഗെയിൻ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യും. എന്നിട്ട് ക്യാഷിൽ ഇത് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്തിട്ടായിരിക്കും യൂസറിന് ഈ ഒരു ഡാറ്റ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി എഗെയിൻ നമ്മൾ മെറ്റീരിയലിസ്റ്റ് വ്യൂസിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതൊരു ക്യാഷ് ഡാറ്റ റിഫ്രഷ് ചെയ്യണം. എഗെയിൻ ഒരു സ്റ്റേൽ ഡാറ്റ ഇഷ്യൂസ് വരാൻ പാടില്ല. അപ്പൊ ക്യാഷിന് ഒന്നെങ്കിൽ നമുക്ക് എക്സ്പിറേഷൻ ടൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ഒക്കെ ഇവന്റ് ഡ്രിവൺ ആയിട്ട്
ഒരു കണ്ടീഷനൊക്കെ സെറ്റ് ചെയ്ത് ക്യാഷ് ഡാറ്റ പ്രോപ്പർ ആയിട്ട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഇ കൊമേഴ്സ് സൈറ്റിന്റെ ഒക്കെ കേസിൽ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ ഇപ്പൊ എന്തെങ്കിലും ഹൈ ട്രാഫിക് വരുന്ന സമയത്ത് ഇതുപോലെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ ക്യാഷിങ് ചെയ്യുവാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ക്യാഷിങ് നമുക്ക് മൾട്ടിപ്പിൾ വേയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലർ ആയിട്ടുള്ള ഡാറ്റാബേസ് ക്യാഷിംഗ് ടൂൾസ് റെഡിസോ മെംകാഷോ വാനിഷ് ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്യാഷിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ മെത്തേഡ്സ് ഒന്നും കൂടാതെ നിങ്ങൾക്ക് വെർട്ടിക്കൽ സ്കെയിലിംഗ്, അതായത് ഡാറ്റാബേസ് സെർവേഴ്സിന്റെ ഹാർഡ്വെയർ അപ്ഗ്രഡേഷൻ, അതുപോലെ തന്നെ റെപ്ലിക്കേഷൻ ഷാർഡിംഗ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കോഡിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്